ഫോർട്ട് കൊച്ചി പാണ്ടിക്കുടി സ്വദേശി കവിരാജേട്ടനാണ് സി മലയാളം ന്യൂസിനൊപ്പമുള്ളത്. നമ്മളൊക്കെ പത്രം വായിക്കുന്നവരാണെങ്കിലും കഴിഞ്ഞ 25 വർഷക്കാലമായി പത്രം തലകീഴായി വായിക്കുന്ന ഒരു പ്രത്യേകതയാണ് കവിരാജേട്ടനുള്ളത്. അതോടൊപ്പം തന്നെ അഭിനയ രംഗത്തും സർവമായും ആഡിറ്റു ഉൾപ്പെടെയുള്ള ചില ചിത്രങ്ങളിലും വിവിധ സീരിയലുകളും പ്രത്യേകിച്ച് സി കേരളത്തിൻ്റെ തന്നെ വിവിധ സീരിയലുകളിലും കവിരാജേട്ടൻ അഭിനയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചേട്ടാ ഈ പത്രം കഴിഞ്ഞ 25 വർഷക്കാലമായി തലകീഴായി വായിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ പയ്യെ വായിച്ചതാണ്. പക്ഷെ ഞാൻ വീട്ടിലേക്ക് മാത്രമേ വായിക്കുള്ളൂ, പുറത്ത് വായിക്കാറില്ല. യാദൃച്ഛ്യമായിട്ട് ഇങ്ങനെ പുറത്ത് വായന വന്നതിന് ശേഷം ആൾക്കാരെ അറിഞ്ഞിട്ടാണ് എന്നിങ്ങനെ വിളിക്കണ ഓരോരുത്തർ. ചേട്ടാ ഈ വായന നിർത്തണ്ട, ചേട്ടൻ്റെ ഒരു പ്രത്യേകതയാണ്, ചേട്ടൻ്റെ ഒരു ട്രേഡ് മാർക്കാണിത്, ചേട്ടൻ ഇത് തുടർന്ന് പോകണം എന്ന് പറഞ്ഞു. നമ്മൾ സന്തോഷം എന്നൊക്കെ അവിടെ പറഞ്ഞ് അപ്പോൾ ശരിക്ക് ഷെയ്ക്കിൻ്റെ ഒക്കെ തരും, ചിലർ പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നിട്ടൊക്കെ പോകാറുണ്ട്. ശരി ചേട്ടാ, ഒരിക്കലും ഇത് വിട്ട് കളയണ്ട എന്നൊക്കെ പറയാറുണ്ട്. ഈ വായന തുടങ്ങിയ സമയത്തൊക്കെ ആളുകളൊക്കെ എന്താ പറഞ്ഞത്? ആൾക്കാർ വീട്ടിൽ തന്നെ പറയും, എന്തിനാണ് ഇങ്ങനെയൊക്കെ വായിക്കണം, ആൾക്കാർ കണ്ടാൽ വഴക്ക് പറയില്ലേ, പുറത്തുനിന്നൊക്കെ വായിക്കുമ്പോൾ ആൾക്കാർ വഴക്ക് പറയില്ല. ഞാൻ പറയും അത് കുഴപ്പമൊന്നുമില്ലേ, സാധാരണ വായിക്കണമല്ലോ, വായിക്കണം എന്ന് മാത്രം കരുതിയാൽ മതി നിങ്ങൾ. പക്ഷെ പുറത്ത് കാണുമ്പോൾ അവരിപ്പോൾ എന്നെ പ്രത്യേക ഒരു മുഖത്തോടെ കാണുന്നത്, നല്ല രീതിയിൽ വായിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ചിലത് എനിക്കാണെങ്കിലും വ്യക്തമാണെന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് കളയണ്ട എന്നുള്ളത്. വില ഇരട്ടിയായതിൽ KSEB അധികൃതർ വൈദ്യുതി വാങ്ങില്ല. ഇരുണ്ട കാലം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും. നേരത്തെ നടപടികൾ തുടങ്ങാൻ കഴിയാത്തത് പിഴവ്. കുടംകുളം തകരാർ കേരളത്തെ ബാധിക്കും. ഫോർമൂസ് തുറക്കാൻ പുതിയ വ്യവസ്ഥകളുമായി ഇറാൻ. ഈ പത്രം വായനയ്ക്ക് പുറമെ ഈ അഭിനയം രംഗത്തേക്ക് ഉൾപ്പെടെ വന്നത് അഭിനയം ഇത് നമ്മൾ എന്താ പറയണ്ട, അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് പഴയ കാലത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം നമ്മൾ അഭിനയിക്കണം, നമുക്കൊരു ഈ കലയുണ്ട് എന്നുള്ളത് അറിയണത് നമ്മൾ ഈ രംഗത്തേക്ക് എത്തുമ്പോഴാണ്. അതിനു മുമ്പാട് നമുക്ക് ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല. പിന്നെ നമ്മൾ ഒരു വീടിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഈ രംഗത്തേക്ക് ഇറങ്ങാറില്ല. കാരണം സമയം കിട്ടാറില്ല. കുറച്ച് ശാന്തനും, അതായത് 10-60 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ എന്നെ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി, ചേട്ടാ വരുമെങ്കിൽ വാ, സീരിയൽ അഭിനയിക്കുക, സിനിമയിൽ അഭിനയിക്കുക. അങ്ങനെ ചെന്നപ്പോൾ എല്ലാവരും എനിക്ക് ഷെയ്ക്കിൻ്റെ ഒക്കെ തന്ന് സ്വീകരിച്ച്, അവരോട് ഇപ്പോഴും എനിക്ക് നന്ദിയുണ്ട്. എന്നെ വിളിക്കുന്നവരോട് നന്ദിയുണ്ട്. കാരണം അവരാണ് എന്നെ ഈ ലെവലെത്തിച്ചത്. കാരണം റിയാസ് എന്ന് പറഞ്ഞ പള്ളുരുത്തി ഉള്ളൊരു കൂട്ടുകാരനാണെങ്കിലും പുള്ളിയാണ് എന്നെ ഈ രംഗത്തൊക്കെ കൂടുതൽ എത്തിച്ചത്. ഈ കൂട്ടുകാരും ഫാമിലിയൊക്കെ എന്താ പറയുന്നത്? നല്ലതാണ് ചേട്ടാ, ഇപ്പോഴാണ് ചേട്ടൻ ഈ രംഗത്തേക്ക് വരാൻ തോന്നിയത് എന്നാണ് എന്നെ ചോദിക്കാറുള്ളത്. ഞാൻ പറയാം എല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ എത്തിപ്പെട്ടിരിക്കും എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. പിന്നെ റിയാസും ഓരോ കോർഡിനേറ്റർമാരാണ് എന്നെ വിളിക്കാറുണ്ട്. റിയാസ്, ഷിഹാബു, പിന്നെ മണിക്കുട്ടൻ, പിന്നെ സതീശൻ, മനോര് എന്നിവർ കോർഡിനേറ്റർമാർ, അവരെന്നെ വിളിക്കും, ഞാൻ ചെല്ലാറുണ്ട്. തുച്ഛമായ എന്തായാലും പൈസ കിട്ടും, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു പോകും. ഈ സി കേരളത്തിലെ സീരിയലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ സീരിയൽ കാണുമ്പോൾ പ്രഷറുടെ ഒക്കെ ഒരു അറിയാവുന്നവരൊക്കെ എന്തൊക്കെ പറയാറ്? ചേട്ടാ ഞങ്ങൾ സീരിയൽ കാണാറുണ്ട്, കൊള്ളാം, ഇനിയും കൂടുതലായിട്ട് ചേട്ടൻ അഭിനയിക്കണം, കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആ സി കേരള വിട്ടുപോകും. ഞാൻ പറയും സി കേരള ഞാൻ ഒരിക്കലും വിടില്ല. എന്നെ വിളിക്കുന്നവരോട് അതാണ് പറയാറുണ്ട്. സി കേരളയിൽ ഞാൻ അലിച്ചു ചേർന്നു എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ സി കേരളയിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് കേവലം ഒരു രഹസ്യത്തിന് തുടങ്ങിയ തലതിരിച്ചുള്ള പത്രം വായന 25 വർഷങ്ങൾ പിന്നിടുമ്പോഴും കവിരാജേട്ടൻ അങ്ങനെ തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലുമെല്ലാം സജീവമാവുകയും ചെയ്യുന്നു. ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.